നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാനിന്ന് എടുക്കുന്നത് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ +1 2 ചാപ്റ്ററാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. The elements are classified into 3 categories. Some of them are in metal, some of them are in non-metals, some of them are in metalloids. ഇതിൽ നമ്മൾ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് എലമെൻ്റാണ് കാർബൺ. കാർബണും അവയുടെ കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി? The old definition of organic chemistry is the branch of chemistry which deals with the carbon compounds. കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ശാഖയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. എന്നാൽ കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ച് അതായത് കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ മാത്രമല്ല ഉള്ളത്. ചില ഇൻഓർഗാനിക് കോമ്പൗണ്ടിലും കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ഡെഫിനിഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. നമുക്കറിയാം, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിൽ ഏറ്റവും ലഘുവായിട്ടുള്ള കോമ്പൗണ്ടുകൾ നാം അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ. An organic compound contain carbon and hydrogen is called hydrocarbon. The example of the hydrocarbon is methane CH4. It is the simplest organic compound. അതായത് കാർബൺ കോമ്പൗണ്ടുകളിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ് ഹൈഡ്രോകാർബൺ. ഇതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. സോ ദ ഹൈഡ്രോകാർബൺ ഈസ് റിഗാർഡഡ് ആസ് ദ പാരന്റ് ഓർഗാനിക് കോമ്പൗണ്ട്. വൈ വി കാൾ ഇറ്റ് പാരന്റ് ഓർഗാനിക് കോമ്പൗണ്ട്? Because all other organic compounds are obtained from this hydrocarbon. നോക്കൂ, ഈ ഹൈഡ്രോകാർബണിൽ കാർബണും ഹൈഡ്രജനും മാത്രമാണ് ഉള്ളത്. ഈ ഹൈഡ്രോകാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു. ഇപ്പം നോക്കൂ, CH3 ഒരു ഹെച്ചിനെ മാറ്റി. ആ വേക്കൻസിയിൽ നമുക്കിപ്പോൾ Cl എന്ന് പറയുന്ന ഒരു ഹാലജൻ വന്നു. അത് മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ടാക്കി മാറി. അതാണ് ക്ലോറോമീഥൈൻ. അതേപോലെ തന്നെയാണ് ഈ CH4 ഒരു ഹെച്ച് മാറ്റി അവിടെ OH വന്നു. നാം ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. അതേപോലെ CH3 കൂടെ NH2 വന്നു. അപ്പോൾ അത് അമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടും ഈ ഹൈഡ്രോകാർബണിൽ നിന്നും ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഒന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചുള്ള മോഡേൺ ഡെഫിനിഷൻ ഈസ് the organic chemistry is the study of hydrocarbon and other compounds are regarded as the derivatives of hydrocarbon. അതായത് ഹൈഡ്രോകാർബണുകളെയും അവയുടെ ഡെറിവേറ്റീവ്സിനെയും കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം, പീരിയോഡിക് ടേബിളിലെ 14th ഗ്രൂപ്പിൽ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് എലിമെൻ്റ്, അതായത് 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലിമെൻറ്റുകളാണ് കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിൻ, ലെഡ്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് എലിമെൻ്റാണ് കാർബൺ എന്ന് പറയുന്നത്. ദർ അറ്റോമിക് നമ്പർ വിൽ ബി 6 ആണ്. സോ ദർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2 4. ദാറ്റ് മീൻസ് ഇൻ എ കാർബൺ ആറ്റം their outer shell contain 4 electrons. And also you know that left to right in a periodic table, their metallic property decreases and non-metallic property increases. That means the 14th group, the first element carbon is a typical non-metal. Why we will be studying about the carbon compounds in a separate branch
എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ധാരാളം ഏകദേശം 120ഓളം എലിമെൻസുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്? അറ്റോമിക് നമ്പർ 6 ആയിട്ടുള്ള കാർബണിനെ കുറിച്ച് മാത്രം പഠിക്കാൻ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ശാഖ ഉണ്ടായി? What is the reason for we will be studying about in a carbon compounds in a separate branch? ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊരു ആറ്റത്തിനുമില്ലാത്ത ചില സവിശേഷ ഗുണങ്ങൾ ഈ കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന് മാത്രമായി ഉണ്ട്. ആ കാർബണിന് മാത്രമായി കാണപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The first important characteristics of carbon is called catenation. What is catenation? നമ്മൾ പഠിച്ചിട്ടുണ്ട്. The self-linking property of an element is called catenation. അതായത് ഒരു കാർബൺ ആറ്റത്തിന് മറ്റ് കാർബൺ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് വഴി സ്ട്രെയിറ്റ് ചെയിനായിട്ടും ബ്രാഞ്ചഡ് ചെയിനായിട്ടും റിങ്ങായിട്ടുമുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. നോക്കൂ, കാർബൺ ആറ്റം ബോണ്ടഡ് വിത്ത് സ്ട്രെയിറ്റ് ചെയിൻ. എക്സാമ്പിൾ നോക്കൂ, CH3, CH2, CH2, CH3. ഇവിടെ കാർബൺ ആറ്റങ്ങൾ തമ്മിലാണ് ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ്. ഇവിടെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സ്ട്രെയിറ്റ് ചെയിനായിട്ട് ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് നോക്കൂ, കാർബൺ ആറ്റങ്ങൾ CH3, CH, CH3, CH3. നോക്കൂ, ഇവിടെ നമ്മൾ ബ്രാഞ്ചഡായിട്ട് മാറും. അതേപോലെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ നോക്കൂ, CH2, CH2, CH2. This is the first important characteristic of carbon. This phenomenon is called catenation. What is catenation? The self-linking property of an element is called catenation. That means a carbon atom bonded with a large number of carbon atoms to form long chain, branched chain and ring compound. ഈ കാറ്റനേഷൻ എന്ന് പറയുന്ന ഫിനോമിന കാർബണിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ചെറിയ അളവിൽ സൾഫർ, ഫോസ്ഫറസ് പോലുള്ള രണ്ടാറ്റങ്ങൾ തമ്മിലൊക്കെ ഇത്തരത്തിൽ കാറ്റനേറ്റ് ചെയ്യപ്പെടും. ധാരാളം 100 200 ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് റീസൺ ഫോർ കാർബൺ ഫോംസ് എ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്. ഫോർ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാർബൺ ഈസ് കോൾഡ് കാറ്റനേഷൻ. Second important properties of carbon, അല്ലെങ്കിൽ second important characteristics of carbon is called they form multiple bond. എന്താണ് ഈ മൾട്ടിപ്പിൾ ബോണ്ട്? സാധാരണ എല്ലാ എലിമെൻസുകളുടെ ആറ്റങ്ങൾ ഒന്നുകിൽ അവ ബോണ്ട് ചെയ്യപ്പെടുന്ന സിംഗിൾ ബോണ്ട് വഴിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ട് വഴിയായിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വഴിയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാർബൺ ആറ്റം മറ്റ് കാർബൺ ആറ്റവുമായിട്ട് സിംഗിൾ ബോണ്ട് വഴിയും ഡബിൾ ബോണ്ട് വഴിയും ട്രിപ്പിൾ ബോണ്ട് വഴിയുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. A carbon atom they bonded with large number of carbon atom by single, double or triple bond. This is the second reason for carbon forms a large number of compounds. നോക്കൂ, CH3, CH3. ഇവിടെ നോക്കൂ, two carbon atom they are mutually sharing electron by single bond. CH2 double bond CH2. ഇവിടെ രണ്ട് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഡബിൾ ബോണ്ട് വഴി ബോണ്ട് ചെയ്യപ്പെട്ടു. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ രണ്ട് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് വഴി ബോണ്ട് ചെയ്യപ്പെട്ടു. So this is the second important properties of carbon. This phenomenon is called they form multiple bonds. അവ വ്യത്യസ്ത തരത്തിൽപ്പെട്ട ബോണ്ടിൽ ഒരേ ആറ്റങ്ങൾ ബോണ്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ബോണ്ട് മാറുമ്പോൾ അവ വ്യത്യസ്ത കോമ്പൗണ്ടുകളായി മാറുന്നു. ഇത് ഈഥൈൻ, ഇത് എഥീൻ, ഇത് എഥൈൻ.
ഇത് കാർബണിന് മാത്രമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷമാണ്. The third important properties of carbon is called tetravalency. എന്താണ് ഈ ടെട്രാവാലൻസി? ഞാൻ നേരത്തെ പറഞ്ഞു atomic number of carbon is 6. So their normal electronic configuration 2, 4. That means in a carbon atom their outer shell contain 4 electrons. So that combine with the other atom to form a larger number of compounds in both of the sides. This is the third reason for carbon forms a large number of compounds, or this is the third important characteristic of carbon. The another important characteristic of carbon is called isomerism. The same molecular formula but different structures are called isomers, and the phenomenon is called isomerism. ഒരേ കെമിക്കൽ ഫോർമുലയുള്ള ഒന്നിലധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ അവയുടെ സ്ട്രക്ചറിൽ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് അത് വ്യത്യസ്ത കോമ്പൗണ്ടുകളായിട്ട് മാറ്റപ്പെടുന്നു. ഇതാണ് ഐസോമറിസം. എക്സാമ്പിൾ നോക്കൂ. C2H6O. ഇറ്റ് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് വൺ കോമ്പൗണ്ട്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. C2H5OH. അപ്പോൾ നോക്കൂ, ടോട്ടൽ ആറ്റം C2, H5 ഒന്നും 6O. അതേപോലെ തന്നെയാണ് നോക്കൂ CH3OCH3. ഇവിടെ നോക്കൂ C2 2 കാർബൺ ആറ്റമുണ്ട്, 3 6 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. ഇവിടെ രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷേ ആറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ അത് വ്യത്യസ്ത കോമ്പൗണ്ടുകളായിട്ട് മാറ്റപ്പെടുന്നു. ഇത് ഈത്തൈൽ ആൽക്കഹോൾ എന്ന കോമൺ നെയിം കൊണ്ട് അറിയപ്പെടുന്ന എഥനോളാണ്. ഇത് ഡൈമീഥൈൻ ഈഥർ അല്ലെങ്കിൽ മെത്തോക്സി മീഥൈൻ എന്ന് പറയുന്ന ഈഥറാണ്. അപ്പം ഇത്തരത്തിൽ ആറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഒരു കോമ്പൗണ്ടത്തിൻ്റെ കാർബൺ കോമ്പൗണ്ടുകൾ പല കോമ്പൗണ്ടുകളായിട്ട് മാറ്റപ്പെടുന്നു. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. ദിസ് ഈസ് കാൾഡ് ഐസോമെറിസം. These are the 4 important characteristics of carbon. ഓർമ്മിക്കുക. The first, catenation. The self-linking property of an element is called catenation. Second, they form multiple bonds. That means a carbon atom, they bonded with a large number of carbon atoms to form long chain, branching chain and a ring compound. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു, they form multiple bond. A carbon atom they bonded with other carbon atom by single, double or triple bond. That is called tetravalency. You know that the atomic number of carbon is 6. So the electronic configuration is 2, 4. That means their outer shell contain 4 electrons. So they attach each other atom to form a large number of compounds. The fourth important properties of carbon is called isomerism. The same molecular formula but different structures are called isomers, and the phenomenon is called isomerism. These are the 4 important characteristics of carbon. Next. എന്തുകൊണ്ടാണ് കാർബൺ കോമ്പൗണ്ട്സുകൾ ഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ തന്നെയാണ് കാർബൺ എന്ന് പറയുന്ന എലിമെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ചത്. ഇവിടെ നമുക്ക് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും നമുക്കറിയാം. ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. സോ എ കാർബൺ ആറ്റം ദേ ഷെയറിംഗ് മ്യൂച്വലി ഷെയറിംഗ് ഇലക്ട്രോൺ വിത്ത് അതർ ആറ്റം ടു ഫോം എ കോവാലന്റ് ബോണ്ട്. നമുക്കിവിടെ തന്നെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഒരിക്കലും തന്നെ മോളിക്കുലർ ഫോർമുല ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. അതിന് കാരണം നമ്മൾ പറഞ്ഞു, ദേ എക്സിബിറ്റ് ഐസോമെറിസം. അതായത് ഒന്നിലധികം ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ അവയുടെ സ്ട്രക്ചറിൽ വേരിയേഷൻ വരുമ്പോൾ അവ വ്യത്യസ്ത കോമ്പൗണ്ടായിട്ട് മാറ്റപ്പെടുന്നുണ്ട്.
So the organic compounds are not represented by molecular or chemical formula, so they are represented by structural formula. Why organic compounds are not represented by molecular formula? Because two or more compounds have a same molecular formula due to isomerism. What are the different types of structural formula can be used to represent organic compound? Organic compoundകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നപ്പോൾ പല രീതിയിലുള്ള സ്ട്രക്ചറൽ ഫോർമുലകൾ ഉപയോഗിക്കുന്നുണ്ട്. The first method is called electron dot formula. അതായത് ഓർഗാനിക് കോമ്പൗണ്ടുകളെ റെപ്രസെന്റ് ചെയ്യുവാൻ നമുക്ക് മോളിക്കുലർ ഫോർമുല ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. 4 തരത്തിൽപ്പെട്ട സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഫോർമുല എന്ന് പറയുന്നത്. ഹിയർ ഇവിടെയാണെങ്കിൽ നമുക്ക് the shared pairs of electrons are represented by a pair of dots. ഇവിടെ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ജോഡികളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒരു ജോഡി ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് അതിനെ ഇലക്ട്രോൺ ഡോട്ട് ഫോർമുല എന്ന് പറയാം. ഉദാഹരണം മീഥൈൻ നമുക്കറിയാം CH4. ഇവിടെ കാർബണിന്റെ വാലൻസി 4 അപ്പോൾ അതിലെ ഒരു ഇലക്ട്രോണും ഇതിലെ ഒരു ഇലക്ട്രോൺ ചേരുമ്പോൾ പേരാകും. ഇവിടെയും പേരാകുന്നു, ഇവിടെ പേരാകുന്നു, ഇവിടെയും പേരാകുന്നു. അപ്പം 4 സിംഗിൾ ബോണ്ട്. ഒരു പേരാകുമ്പോഴേക്കുമാണ് സിംഗിൾ ബോണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് 2, 4, 6, 8 ഒറ്റ കോൺഫിഗറേഷനുള്ള കാർബണായിട്ട് മാറി. ഇതൊരു സാച്ചുറേറ്റഡ് കാർബണായിട്ട് മാറി. ഇവിടെ നമ്മൾ ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരുന്ന ഈ മെത്തേഡിനെ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഫോർമുല എന്ന പേരിൽ അറിയപ്പെടുന്നു. The second method for the representation of organic compound is called graphic formula. ഈ ഗ്രാഫിക് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ്. ഷെയർ ചെയ്യപ്പെടുന്ന ആ ജോഡികളെ നമ്മൾ ഒരു ഡാഷ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ നമുക്കതിനെ ഗ്രാഫിക് ഫോർമുല എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മീഥൈൻ എന്ന് പറയുന്നത് C ഇത് തന്നെയാണ്. ഈ പേരിന് പകരം, ഈ ഡോട്ടിന് പകരം നമ്മളൊരു വര കൊടുക്കുന്നു, CH4. ഇതാണല്ലോ നമ്മൾ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്, CH4. ഇവിടെ നമ്മൾ ഈ ഒറ്റ വര ഷെയർ ഓൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഒരു ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു. 2 വരെയാണെങ്കിൽ അത് 2 ജോഡി, 3 വരെയാണെങ്കിൽ അത് ട്രിപ്പിൾ ബോണ്ടായിട്ട് മാറും. ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ഫോർ ദ റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാഫിക്കൽ ഫോർമുല. സമയപരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിളെ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നുള്ളൂ. നിങ്ങൾ +1 പഠിച്ച കാര്യങ്ങളാണ്. The third method is called a condensed structural formula. എന്താണ് ഈ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല? ഇവിടെയാണ് നമ്മൾ ഇറ്റ് ഈസ് ദ കണ്ടൻസ്ഡ് ഫോം ഓഫ് എ ഗ്രാഫിക് ഫോർമുല. ഇതിനെ നമ്മൾ ചുരുക്കി എഴുതുന്നു. അതായത് നമ്മൾ എഴുതുന്നതിന് CH4 നമ്മൾ സാധാരണ എഴുതാറുണ്ട് ഇതിനെ CH4. അതേപോലെ ഈഥൈൻ ആണെങ്കിൽ CH3, അതായത് C2H6, CH3, CH3. അതായത് ഈ ഫോർമുലയുടെ അല്ലെങ്കിൽ ഈ മെത്തേഡിന്റെ ചുരുക്കെഴുത്ത് രൂപത്തെ വിളിക്കുന്ന പേരാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. The fourth method is the new method for representation of an organic compound is called bond line structural representation. ഇതിൽ നിന്നെല്ലാം സാധാരണ എക്സാമിന് UPSC എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം കാർബൺ ആറ്റങ്ങൾ തമ്മിൽ കാറ്റനേഷൻ വഴി കാർബൺ കാർബൺ ബോണ്ടുണ്ട്. അങ്ങനെ ഈ കാർബൺ കാർബൺ ബോണ്ടിനെ നമ്മൾ സിക്സാഗ് മാനറിൽ എഴുതുക. ദാറ്റ് മീൻസ് ദാറ്റ് ഈച്ച് ജംഗ്ഷൻ കണ്ടെയ്ൻ 1 കാർബൺ ആറ്റം. അതിന് ടെർമിനൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടെ വര കൊടുക്കുക. പക്ഷെ കാർബൺ എന്നോ ഹൈഡ്രജനോ എന്ന് പറയുന്ന എലിമെന്റിന്റെ സിമ്പിൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല.
മറ്റുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രം നമ്മളവിടെ കൊടുത്താൽ മതി. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് CH3 CH2 CH2 CH CH3 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 CH2 OH. ഞാനൊരു കോമ്പൗണ്ടിൻ്റെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഞാനിവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, CH3 CH2, അപ്പോൾ CC ബോണ്ടുണ്ട്. വീണ്ടും CH2, നെക്സ്റ്റ് CH, അതിൻ്റെ കൂടെ ബ്രാഞ്ച് വന്നു, ഒരു CH3 ബ്രാഞ്ച് വന്നു, മീഥൈൽ ഗ്രൂപ്പ്, വീണ്ടും ഒരു C, മുകളിലും താഴെ ഓരോ ബ്രാഞ്ച് CH3 CH3, നെക്സ്റ്റ് CH2, ദെൻ OH. നാം ഇതിനെ ബോണ്ട് ലൈൻ രൂപത്തിൽ എഴുതുമ്പോൾ നോക്കൂ, CH3 CH, അപ്പോൾ CC ബോണ്ടിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ CH3 ഇവിടെ CH2 ഉണ്ടെന്നാണ്. അടുത്ത് വീണ്ടും CH2 നോക്കൂ, CH2 ദെൻ CH, അവിടെ ബ്രാഞ്ചായിട്ട് നമ്മൾ കൊടുക്കുന്നത് CH3, വീണ്ടും C, അവിടെ മുകളിലും താഴെയും ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ മുകളിലും കൊടുക്കാം താഴെയും കൊടുക്കാം. സിയുടെ കൂടെ മുകളിലൊരു ബ്രാഞ്ച് താഴെ ബ്രാഞ്ച്, ദെൻ CH2, ദെൻ OH, അത് നമ്മൾ കൊടുക്കുക ഫങ്ഷൻ. ഇതിൻ്റെ ചുരുക്കെഴുത്ത് രൂപമാണിത്. ഇത് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷനാണ്. നാം ഇതിനെ പറയുന്നത് നോക്കൂ, CH3 CH2 CH2 CH CH3 C CH3 CH3 CH2 OH. It is a new method for representing an organic compound. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മറ്റൊരു സൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് നമുക്ക് CH2 CH2 CH2. ഇതൊരു റിംഗ് കോമ്പൗണ്ടാണ്, സൈക്ലോപ്രോപ്പൈൻ എന്ന് നമ്മൾ പറയും, പേര് നമ്മൾ അടുത്ത് പഠിക്കുന്നതാണ്. ഇതിന് നമ്മൾ ബോണ്ട് ലൈൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ഈക്വൽ ടു ഇങ്ങനെ മാത്രം കൊടുത്താൽ മതി. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടെ എല്ലാം ഓരോ C ഉണ്ട്, 3 C ഉണ്ട്, 3 കോർണർ. These are the four methods can be used for the representation of an organic compound. നമ്മളിവിടെ പഠിച്ചു എന്തുകൊണ്ടാണ് ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് മോളിക്കുലർ ഫോർമുല ഉപയോഗിച്ച് പറയാൻ പറ്റാത്തത്. കാരണം ഐസോമറിസം എന്ന് പറയുന്ന ഫിനോമിനയാണ്. അപ്പോൾ നമ്മളവിടെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്ത് അത് 4 തരത്തിൽപ്പെട്ട മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് ഇലക്ട്രോൺ ഡോട്ട് ഫോർമുല പറഞ്ഞു. ഗ്രാഫിക്കൽ ഫോർമുല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല അതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നാലാമത്തത് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ. നാം ഇതിനെ എഴുതിയപ്പോൾ 6R പാനറിൽ ഓരോ ബെൻഡിലും C ഉണ്ടെന്നുള്ള കൺസെപ്റ്റിൽ എഴുതുകയും ചെയ്തു. ദീസ് ആർ ദ 4 മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കേണ്ടത് സോ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് കഴിഞ്ഞു. ദെൻ the classification of organic compound. You know that the organic compounds, the carbon atoms are in a covalent bond between them. What is covalent bond? The mutual sharing of electron between two atoms to form the bond is called covalent bond. A carbon atom they bonded with a large number of carbon atoms to form a long chain, branched chain and a ring compound. നമുക്ക് കാർബൺ കോമ്പൗണ്ടുകൾ നമുക്ക് എങ്ങനെയെല്ലാം നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ സ്ട്രക്ചർ, the carbon compounds are classified into 2 categories. The one is called open chain compound. Second, closed chain compound. So depending upon their carbon skeleton, the carbon compounds are classified into 2 categories. One is called the open chain compound.
These are also called aliphatic compounds. Second is called a closed chain compound. The open chain compounds are also known as aliphatic compound എന്ന് ഞാൻ പറഞ്ഞു. In open chain compounds, here the carbon atoms are either by straight chain ആയിരിക്കും or branched ആയിരിക്കും. അങ്ങനെ ചെയിൻ രൂപത്തിലുള്ള കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ഇൻ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് the carbon atoms are bonded with either by straight chain or in a branched chain. അത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടും വരും, ഒപ്പം തന്നെ ബ്രാഞ്ചഡ് ചെയിൻ ആയിട്ടും വരാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പൊ CH3 CH2 CH3, അതായത് ഇവിടെ കാർബൺ ആറ്റത്തിന്റെ ബോണ്ടുകൾ തമ്മിൽ ക്ലോസ് ആവില്ല. ഇല്ല നമുക്ക് മറ്റൊരു കോമ്പൗണ്ട് നോക്കാം. CH3 CH3 CH. ഇവിടെ കണ്ടോ, ഇവിടെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിൻ ആയിരിക്കും. ഇത്തരം കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ അതിൽ എക്സാമ്പിളായിട്ട് എടുത്ത് പഠിക്കുന്നത് ഹൈഡ്രോ കാർബൺ ആണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ കാർബൺ skeleton, the carbon compounds are classified into two categories. One is called open chain compound and the second is called closed chain compounds. The closed chain compounds are classified into further two categories. A, alicyclic compound. B, aromatic compound. ഇതിലെ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകൾ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തന്നിരിക്കാം. ആലിസൈക്ലിക് എന്നും ആരോമാറ്റിക് കോമ്പൗണ്ടുകളെന്നും നമുക്ക് തരത്തിരിക്കാം. In alicyclic compounds, here the carbon atoms, 3 or more carbon atoms are bonded in a ring manner or closed chain manner. നോക്കൂ, CH2 കണ്ടോ, ഇവിടെ എന്താ റിംഗ് മാനറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരം കോമ്പൗണ്ടുകളെ നമുക്ക് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയാം. The second is called aromatic compounds. It is also is an example of the closed chain compound. Benzene and its homologues are called aromatic compound. അതായത് മിനിമം ഒരു ബെൻസീൻ റിങ്ങുള്ള ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകളാണ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അരോമ എന്ന് പറയുന്ന സ്വീറ്റ് സ്മെല്ലാണ്. അവ പ്രത്യേകതരം സ്മെല്ലുള്ള, ഗന്ധമുള്ള, സുഗന്ധമുള്ളവയായിരിക്കും. അതുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് ലഭിച്ചത്. സോ ദ ബെൻസീൻ, ദ ഫോർമുല ഈസ് C6H6. കെമിക്കൽ ഫോർമുല നമുക്കറിയാം. ഇത് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, C6H6. നമ്മൾ ചുരുക്കി ബോണ്ട് ലൈൻ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. റെസൊനേറ്റിംഗ് ഫോമുണ്ട്, അതിന് പകരം നമ്മളൊരു സർക്കിൾ കൊടുക്കുന്നു. ഇത് ചുരുക്ക രൂപത്തിലുള്ള ബെൻസീൻ്റെ സ്ട്രക്ചറാണ്. മിനിമം ഒരു ബെൻസീൻ റിങ്ങുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ അരോമാറ്റിക് കോമ്പൗണ്ട് ഈസ് കാൾഡ് ബെൻസീൻ. അതേപോലെ തന്നെയാണ് നോക്കൂ, മീഥൈൽ ബെൻസീൻ എന്ന് പറയപ്പെടുന്ന ഇത് നോക്കൂ, ഇത് നമ്മൾ ടൊളുവിൻ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഇവിടെയും നമുക്കറിയാം മിനിമം ഒരു ബെൻസീൻ റിങ് ഉണ്ടായിരിക്കും. So this is the classification of organic compound. Depending upon their carbon skeleton, carbon compounds are in two categories. One is called open chain compound. In this type of compounds, carbon atoms are either by straight chain or in a branched chain. Second is called closed chain compound. Here, the carbon atoms are in a closed ring manner. They are in two types. One is called alicyclic and second is called aromatic. 3 or more carbon atoms are in a ring manner is called alicyclic, and benzene and its homologues are called aromatic. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ പറയുന്നില്ല. നമുക്കൊരു ആവശ്യത്തിനുള്ള ചുരുക്കമായ ആ ഈ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രമേ ഈ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബൺ കോമ്പൗണ്ട്. നെക്സ്റ്റ്, നമ്മളിപ്പോൾ കാർബൺ കോമ്പൗണ്ട്സുകൾ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി.
നമ്മളിപ്പോൾ കാർബൺ കോമ്പൗണ്ട്സുകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമേ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബൺ ആറ്റം. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കാർബൺ ആറ്റത്തെ നമുക്ക് എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മൾ പറയുന്നു the most important characteristics of carbon compound is that catenation, self-linking. അങ്ങനെ വരുമ്പോൾ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ മ്യൂച്വൽ ഷെയറിംഗ് ചെയ്താണ് ഇവിടെ ബോണ്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ മ്യൂച്വൽ ഷെയറിംഗ് ബോണ്ട് ചെയ്യുമ്പോൾ ഒരു കാർബൺ ആറ്റം മറ്റെത്ര കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കാർബൺ കോമ്പൗണ്ടുകളെ നമുക്ക് പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. primary, secondary, tertiary and quaternary carbon atom, or 1 degree, 2 degree, 3 degree and 4 degree carbon atom. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആദ്യം എഴുതാം. നോക്കൂ, ഞാനിവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എഴുതിയിരിക്കുകയാണ്. ഇതിലെ ഓരോ കാർബൺ ആറ്റത്തെയും നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ H എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ ഇവിടെ കൊടുക്കുന്നതാണ്. ഈ H സൈഡിൽ വരുന്ന ബോണ്ടിങ് ആണ്. ഈ H ഇവിടെ വരുന്ന ബോണ്ടാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ബോണ്ട് C ബോണ്ടാണ്. അതിൽ വരുന്ന കാർബൺ ആറ്റത്തെ നമുക്ക് ഞാൻ പറഞ്ഞു പലതായി ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി. A carbon atom they bonded with no other carbon atom or one other carbon atom is called primary or 1 degree. ഒരു കാർബൺ ആറ്റം മറ്റൊരു കാർബൺ ആറ്റവുമായി ബോണ്ട് ചെയ്യപ്പെടാതിരിക്കുകയോ മറ്റൊന്നുമായി മാത്രമേ ബോണ്ട് ചെയ്യപ്പെടുകയോ ചെയ്താൽ അതിന് നമുക്ക് പ്രൈമറി അല്ലെങ്കിൽ 1 ഡിഗ്രി എന്നും, ഒരു കാർബൺ ആറ്റം മറ്റ് 2 കാർബൺ ആറ്റവുമായി നമ്മൾ ബോണ്ട് ചെയ്ത് നമുക്ക് അതിന് സെക്കൻഡറി എന്ന് പറയാം. 3 മറ്റ് ബോണ്ട് ചെയ്ത് നമുക്ക് ടെർഷറി എന്ന് പറയാം. 4 ആണെങ്കിൽ നമുക്കതിനെ ക്വാട്ടർണറി എന്ന് പറയാം. ഞാൻ ഇവിടെ സെക്കൻഡറിയിലെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കൊടുക്കുകയാണ്. CH2. നോക്കൂ, ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ നോക്കൂ. ഈ കാർബൺ ആറ്റം ഈ ഒരു കാർബൺ ആറ്റവുമായി മാത്രമേ ബോണ്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതില്ല, ഇത് ഈ കാർബൺ ആറ്റത്തിൻ്റെ ബോണ്ടാണ്. അതിൻ്റെ അർത്ഥം ഈ കാർബൺ ആറ്റം മറ്റൊരു കാർബൺ ആറ്റവുമായി മാത്രമേ ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. സോ ദേ ആർ 1 ഡിഗ്രി ഓർ പ്രൈമറി കാർബൺ ആറ്റം. ഇവിടെ നോക്കൂ, ഈ കാർബൺ ആറ്റം ഇത് 1, 2, 3 കാർബൺ ആറ്റവുമായി ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി 3 ഡിഗ്രി ഓർ ടെർഷറി കാർബൺ ആറ്റം. ഇവിടെ നോക്കൂ, ഈ കാർബൺ ആറ്റം ഇതുമായി മാത്രമേ ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് 1 ഡിഗ്രി. ഈ കാർബൺ ആറ്റമാണെങ്കിലോ ഇതുമായും 2, സോ 2 ഡിഗ്രി. ഇതാണെങ്കിലോ 1, 2, 3, 4, 4 ഡിഗ്രി. ഇത് 1 ഡിഗ്രി, 1 ഡിഗ്രി, 1 ഡിഗ്രി. അപ്പോൾ ഒരു കാർബൺ ആറ്റം മറ്റെത്ര കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കാർബൺ കോമ്പൗണ്ട്സുകളെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി കാർബൺ ആറ്റമായിട്ട് തിരിക്കാം. A carbon atom bonded with no other carbon atom or 1 other carbon atom is called primary. 2 other carbon atom is called secondary. 3 other carbon atom is called tertiary. 4 other carbon atom is called quaternary carbon atom. This is the classification of carbon atom in an organic compound. Next. നമ്മൾ സാധാരണയായിട്ട് നോക്കൂ, CH3, CH2 ഇതൊരു സിംപ്ലസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്. CH3, CH2, CH3 ഇതൊരു സിംപ്ലസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് നമുക്കറിയാം. കാര്യം എന്താ? ഇതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പറഞ്ഞു ദ ന്യൂ ഡെഫിനിഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് it is a study of hydrocarbon and other compounds are regarded as the derivatives of hydrocarbon. അതായത്
ഹൈഡ്രോ കാർബണുകളെയും അവയുടെ ഡെറിവേറ്റീവ്സ്, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളും ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രോ കാർബണിൽ നിന്നും ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആ സ്ഥാനത്ത് മറ്റ് ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ വന്നു ചേരുമ്പോഴാണ്. നോക്കൂ, ഇവിടെ നമ്മളിതാ CH4 എന്ന് പറയുന്നത് മീഥൈൽ, ഇതിൽ നിന്ന് ഒരു H റീപ്ലേസ് ചെയ്താൽ വേക്കൻ്റ് ആവുന്നു, അവിടെ OH വരും. അപ്പോൾ ഈ കോമ്പൗണ്ട് വ്യത്യസ്തമായ ആൽക്കഹോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടായി മാറി. ഇവിടെ ഇത് ആൽക്കഹോളായി മാറുവാൻ കാരണം എന്താ? ഈ ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ്. ഇത്തരം ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട്സിനും രണ്ട് പാർട്ടുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് കാൾഡ് ഹൈഡ്രോ കാർബൺ പാർട്ട്, ഇതിനെ നമുക്ക് ആൽക്കൈൽ പാർട്ട് എന്ന് പറയാം. പക്ഷെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഈ പാർട്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ടിവിറ്റി നിർണ്ണയിക്കുന്ന ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എനി ഓർഗാനിക് കോമ്പൗണ്ട് പ്രോപ്പർട്ടീസ് ആർ ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷണൽ ഗ്രൂപ്പ്. അത്തരത്തിലുള്ള ചില ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് അറിയാവുന്നതാണ്. OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ദ നെയിം ഈസ് ഹൈഡ്രോക്സിൽ. അതേപോലെ COOH കാർബോക്സിൽ എന്നാണ് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. ഇതിൽ വരുന്ന ഓർഗാനിക് ആസിഡുകളാണ്. അതേപോലെ CO നമ്മൾ എഴുതുമ്പോൾ C≡O, ഇത് കീറ്റോൺ ആണ്. അതേപോലെ CH2O ഇത് ആൽഡിഹൈഡ് ആണ്. NH2 അമീൻസ് ആണ്. CONH2 അമൈഡാണ്. O ഈഥറാണ്. X കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത് ഹാലോ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി നിർണ്ണയിക്കപ്പെടുന്ന ഇത്തരം ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എനി ഓർഗാനിക് കോമ്പൗണ്ട് പ്രോപ്പർട്ടീസ് ആർ ബേസ്ഡ് ഓൺ ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. An atom or group of atoms which is mainly responsible for their physical and chemical property, and such groups are called functional group. Any organic compound properties are based on their functional groups. Okay? ധാരാളം ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്. നമുക്ക് അതിൽ ചില പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ സാധാരണ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരം ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന കാറ്റഗറി കോമ്പൗണ്ടുകളെ അതൊക്കെ ചോദിക്കാറുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നൈമിങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒന്നോ രണ്ടോ ചുരുക്കം എക്സാമ്പിൾ മാത്രം പറയാനുള്ള സമയമുള്ളൂ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന് രണ്ട് തരത്തിൽപ്പെട്ട നെയിംസ് ഉണ്ട്. ഒന്നാമത്തത് ട്രിവിയൽ നെയിം എന്ന് പറയും, അതായത് കോമൺ നെയിം എന്ന് പറയും. അതൊരു റൂളിനെ ബേസ് ചെയ്ത് പറയുന്നതല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഈഥൈൽ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കിന്നറിയാം ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട്സിനും ഒരു നെയിം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പേര് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. നിങ്ങൾക്ക് IUPAC, International Union of Pure and Applied Chemistry. This is an international organization to name an organic compound. ഇതനുസരിച്ച് നമുക്കിന്നൊരു ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കണമെങ്കിൽ അതിന് ചില റൂളുകളുണ്ട്. ആ റൂളിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ. അതായത് നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ടുള്ള എലിമെൻറ്റ് കാർബണാണ്. അങ്ങനെ വരുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തെ ബേസ് ചെയ്ത് നമ്മൾ ആദ്യം എന്താണ് അതിൻ്റെ വേഡ് റൂട്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഒരു കാർബൺ ആറ്റമാണെങ്കിൽ നമ്മൾ അതിനെ മെത്ത് എന്ന വാക്ക് വേഡ് റൂട്ടായിട്ട് കൊടുക്കുന്നു. 2 ആണെങ്കിൽ എത്ത്, 3 പ്രോ, 4 ബ്യൂട്ട്, 5 പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്,
8 oct 9 non 10 ഡെക്ക്. ഇനിയുണ്ട് 11 ആണെങ്കിൽ അൺഡെക്ക് ഡോഡെക്ക് ഇങ്ങനെ പോകും. നമുക്ക് 10 ആവശ്യമേ ഉള്ളൂ. സോ ദ IUPAC name of an organic compounds, the main term is their weight root. It depends upon the number of carbon atoms in the longest carbon chain. എന്നുവെച്ചാൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തെ ബേസ് ചെയ്താണ് നമ്മളിത് സെലക്ട് ചെയ്യേണ്ടത്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക് ഇത് നമ്മൾ സെലക്ട് ചെയ്യുക ആദ്യം. പിന്നെ നമ്മുടെ സഫിക്സസ് ഉണ്ട്. അതിലൊന്നാമത്തത് ടൈപ്പ് ഓഫ് ബോണ്ടിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ സഫിക്സ് ചേർക്കുന്നു. പ്രൈമറി സഫിക്സ് എന്ന് പറയും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ONE. ഇത് പ്രൈമറി സഫിക്സ്. അതായത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടതാണ്. ആ കോമ്പൗണ്ടിലെല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയും. എങ്കിൽ നമ്മൾ അതിന് ANE എന്ന് മാറ്റി ചേർക്കണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ONE. മൂന്നാമത് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സഫിക്സ് ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദെയർ. ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആദ്യം ബേഡ് റൂട്ടിൻ്റെ കൂടെ പ്രൈമറി സഫിക്സ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ സെക്കൻഡറി സഫിക്സ് ചേർക്കണം. നോട്ട് ദ പോയിന്റ്. ആ സെക്കൻഡറി സഫിക്സ് ചേർക്കുമ്പോൾ പ്രൈമറി സഫിക്സിൽ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ OH വന്നാൽ O എന്ന വാക്ക് ചേർക്കണം. CHO വന്നാൽ ആൽഡിഹൈഡാണ് AL. CO വന്നാൽ ONE. COOH വന്നാൽ OIC ആസിഡ്. ഇങ്ങനെ ചേർക്കും. അപ്പോൾ നമ്മൾ ആദ്യം ബേഡ് റൂട്ട് സെലക്ട് ചെയ്യണം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ദെൻ ദ പ്രൈമറി സഫിക്സ്. ഇത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് AIN, PIN, IN. ദെൻ ഓൾ, ആൽ, ഓൺ, OIC ആസിഡ് സെക്കൻഡറി സഫിക്സ് ചേർക്കണം. ഇനി ബ്രാഞ്ചുകൾ വരണമെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രഫിക്സ് ഉണ്ടായിരിക്കും. ആ പ്രഫിക്സ് ആണെങ്കിൽ ആദ്യത്തിൽ നമ്മൾ ചേർക്കണം. ഇപ്പം ഒരു കാർബൺ ആറ്റമുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ മീഥൈൽ, ഈഥൈൽ, അതേപോലെ ഹാലിജൻ, ഫ്ലോറോ, ബ്രോമോ ഇങ്ങനെയൊക്കെ ചേർക്കും. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇതനുസരിച്ച് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പേര് IUPAC നെയിം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നോക്കൂ. CH3, CH, CH3, CH2, C, CH3, CH3, CH3. നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ബേഡ് റൂട്ട് ഏതെന്ന് നോക്കുക. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ്. നോക്കൂ, 1, 2, 3, 4, 5. ഈ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 5 കാർബൺ ആറ്റമുണ്ട്. ഇത് ബ്രാഞ്ച് ഇങ്ങനെ വരുമ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇതാണ് ലോങ്ങസ്റ്റ് എടുക്കുക. ഇതിപ്പോൾ ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. 1, 2, 3, 4, 5. 5 വന്നാൽ നമ്മളിവിടെ ചേർക്കേണ്ടത് പെൻ. അപ്പോൾ നമ്മൾ പെൻറ്റ് കൊടുക്കാം ബേഡ് റൂട്ട്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് എന്താണ് ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യമുണ്ട്. ഇതിൻ്റെ പ്രിഫിക്സ് ഉണ്ട്. കാരണം ബ്രാഞ്ച് വരുന്നുണ്ട്. ഇത് നമ്പർ കൊടുക്കുന്നത്. നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കണോ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ളത് ബ്രാഞ്ചുകൾ എവിടെയാണ്, ബ്രാഞ്ചിൽ ചെറിയ സംഖ്യ കിട്ടണം. അതായത് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2-ൽ ഒരു ബ്രാഞ്ച്, 4-ൽ 2 ബ്രാഞ്ച്. എല്ലാം മീഥൈൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സം ഓഫ് ദി ലോക്കൻ്റ് എടുക്കണം. നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 + 4 + 4 = 10. ഇവിടുന്നാണ് നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 2-ൽ 2 + 2 പിന്നെ 3 4 + 4 = 8. ഡൗട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സം ഓഫ് ദി ലോക്കൻ്റ് എടുത്ത് നോക്കണം. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോഴാണ് ചെറിയ നമ്പർ വരുന്നത്. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ്, കാരണം സം ഓഫ് ദി ലോക്കൻ്റ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് വേണം നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെയായിരിക്കും? 2, 2, 4. 3 നമുക്ക് 3 മീഥൈൽ ആയതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് പ്രഫിക്സ് ചേർക്കാറുണ്ട്. ട്രൈ മീഥൈൽ
പെൻഡ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ ചെയ്തു. സം ഓഫ് ദി ലോക്കൻ്റ് ലോവസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തപ്പോൾ 2,2,4 ട്രൈമീഥൈൽ പെൻഡ്. ഓക്കെ, ഇനി നോക്കൂ. CH3 CH ഡബിൾ ബോണ്ട് CH. നമുക്കിതിൻ്റെ പേരെങ്ങനെ കൊടുക്കാം? നമ്മൾ നോക്കുക, ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കണോ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ചാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുമ്പോൾ 4th കാർബൺ ആറ്റത്തിൻ്റെ കൂടെ ബ്രാഞ്ച് വരുന്നു. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 3rd കാർബൺ ആറ്റത്തിൻ്റെ കൂടെ ബ്രാഞ്ച് വരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ബ്രാഞ്ചിനേക്കാൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടിന് ചെറിയ ലോക്കറ്റ് അതേ നമ്പർ വേണം. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കാനേ പറ്റുകയുള്ളൂ. ബ്രാഞ്ചും ബോണ്ടും അല്ലെങ്കിൽ ഡബിളോ ട്രിപ്പിൾ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിനാണ് ലോവസ്റ്റ് വരേണ്ടത്. ഇങ്ങനെ വന്നാൽ 2nd കാർബൺ ആറ്റത്തിനുള്ള ഡബിൾ ബോണ്ട്, ഇങ്ങനെ വന്നാൽ 4th കാർബൺ ആറ്റത്തിനുള്ള ഡബിൾ ബോണ്ട്. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ 1 2 3 4 ആദ്യം പ്രഫിക്സ് കൊടുക്കണം. 4-methyl 1 2 3 4 5 6 ഹെക്സ് 6 വന്നുകൊണ്ട് ഹെക്സ്. 2nd ഡബിൾ ബോണ്ട്, അപ്പോൾ ഹെക്സ് 2 ഡബിൾ ബോണ്ട് ആൻഡ് EN. So the AP's name is 4-methyl hex 2E. മറ്റൊന്ന് ഇതാ, ഞാനൊരു ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ട് എഴുതിയിരിക്കുകയാണ്. COOH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ്. സോ നമുക്ക് അവിടെ ചേർക്കേണ്ട ഓയിക് ആസിഡ് എന്ന് പറയുന്ന വേഡ് റൂട്ടാണ്. സോ നമ്പർ നമ്മൾ കൊടുക്കേണ്ടത് അതിനാണ് ലോവസ്റ്റ് കൊടുക്കേണ്ടത്, ബ്രാഞ്ചിനല്ല. ഓർമ്മിച്ചോളണം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ കൊടുക്കുന്നു 1 2 3 4 5. അങ്ങനെ വരുമ്പോൾ പ്രഫിക്സ് ആയിട്ട് 4ാമത്തെ കാർബൺ ആറ്റത്തിന് ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ 4 4 2 വന്നോട്ട് ഡൈ മീഥൈൽ 5 വന്നിട്ടുണ്ട്. സോ 1 2 3 4 5 ഫങ്ഷൻ ഗ്രൂപ്പിലും കാർബൺ ഉണ്ട്. അതുകൊണ്ട് ഹെക്സനോയിക് ആസിഡ്. ഹെക്സൈൻ ബിക്കോസ് 5 ആണ്. പെന്റനോയിക് ആസിഡ് 5 വന്നുകൊണ്ട് പെന്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ മാറ്റി ഡ്രോപ്പ് ചെയ്തു. COH വന്നുകൊണ്ട് ഓയി ആസിഡ്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പുള്ളത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ലോവസ്റ്റ് സം കൊടുക്കേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പിനായിരിക്കണം. ഞാൻ ഓരോ എക്സാമ്പിൾ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സമയമുള്ളൂ. നെക്സ്റ്റ് ഞാനൊരു റിംഗ് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരികയാണ്. നോക്കൂ, ഞാനിങ്ങനെ വെറുതെ വരച്ചിരിക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ ബോണ്ട് ലൈൻ അനുസരിച്ച് 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഹെക്സ് ഈ സൈക്ലിക് കോമ്പൗണ്ടുകളുടെ പേരിന് മുമ്പ് പ്രഫിക്സ് ആയിട്ട് നമ്മൾ ചേർക്കേണ്ട വാക്കാണ് സൈക്ലോ. സൈക്ലോ ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് 6 കാർബൺ ആറ്റം ഉണ്ടപ്പോൾ സൈക്ലോ ഹെക്സൈൻ. സിംഗിൾ ബോണ്ടാണ്. ഇതാണ് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്. അതേപോലെ തന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്കറിയാം ബെൻസീൻ. നമ്മൾ ബോണ്ടിലെയും വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു റൗണ്ട് കൊടുക്കുകയോ ഒന്നിലൊരു ഡബിൾ ബോണ്ട് കൊടുക്കുകയോ ചെയ്യുന്നു. ഇത് ബെൻസീൻ ആണ്. ഇതിൻ്റെ IUPAC നെയിം നമ്മൾ വേറെ ഒന്നും പറയാറില്ല, ബെൻസീൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നോക്കൂ, ഒരു ബെൻസിൻ്റെ കൂടെ മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നാം അതിനെ വിളിക്കുന്ന പേരാണ് ടൊളുവിൻ എന്ന്.
അപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷനാണ്. ഇതിൽ മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് കൊടുക്കേണ്ടത് 3-chlorotoluene എന്നാണ്. കാരണം ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് മീഥൈൽ ഗ്രൂപ്പിനായിരിക്കണം. ഇതാണ് നമ്മൾ IUPAC നെയിം എഴുതേണ്ട രീതികൾ. ഇനി ഇത് തന്നെ നമുക്ക് തിരിച്ച് ചോദിക്കാം. നോക്കൂ, trimethyl octanol. 2,4,4-trimethyl octanol. ഇത് നമുക്ക് അതിൻ്റെ പേരാണ്. നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എഴുതുന്നതിന് നോക്കാം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിനകത്തുള്ള വേഡ് റൂട്ട് ഏതാണ്? ഒറ്റാണ്. ഒറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 കാർബൺ ആറ്റം. സോ നമുക്ക് ആദ്യം ഒരു കാർബൺ സ്കെൽട്ടൻ തയ്യാറാക്കുക. 8 കാർബൺ ആറ്റം നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. ഇത് നമ്മൾ അവയ്ക്ക് നമ്പർ കൊടുക്കണം. നമുക്കറിയാം, ഇവിടെ നിന്ന് കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ബ്രാഞ്ച് ഉള്ളത്? 2-ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഇനി 4-4-4 ഇവിടെ ഒന്ന് മുകളിൽ ഒന്ന് കൊടുക്കുക. എല്ലാവരും ഇനി നമ്മൾ H ബില്ല് ചെയ്യുക. സ്റ്റാർട്ടിങ് എപ്പോഴായാലും വാലൻസി 4 ആവാൻ വേണ്ടി H3, അടുത്ത H2, അടുത്ത H2, അടുത്ത H2. ഇവിടെ ഒരു ബ്രാഞ്ച് 2 ഒന്നുകൊണ്ട് H വേണ്ട, 4 ബോണ്ടായി. ഇവിടെ H2. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 1, 2, 3 ആയി. അപ്പോൾ H, ഇവിടെ H. ഇത്തരത്തിൽ നമുക്കൊരു പേര് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ എഴുതാനും ചോദിക്കുമ്പോൾ ഈ റോളുകളെല്ലാം നമുക്കിപ്പോൾ പരിമിതിയുള്ളത് കൊണ്ട് നമുക്ക് 1-2 മാത്രമേ നമുക്ക് എക്സാമ്പിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഡോക്ടറെ നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷ ഗുണമാണ് ഞാൻ പറയുന്നത്. അത് ഐസോമെറിസത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. The same molecular formula but different structures are called isomers and the phenomenon is called isomerism. The organic compound exhibit 2 types of isomerism. Isomerism 2 തരമുണ്ട്. One is called structural isomerism. Second is called stereoisomerism. Stereoisomerism പലതരം 2 ഉണ്ട്. One is called geometrical isomerism. Second is called optical isomerism. ഇതിൽ സ്ട്രക്ചറൽ ഐസോമെറിസം പലതരത്തിലുണ്ട്. അതിൽ ഒന്നാമതാണ് ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ചെയിനിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ചെയിൻ ഐസോമെറിസം നോക്കൂ. CH3, CH2, CH2, CH3. ഇത് ചെയിന് സ്ട്രെയിറ്റ് ചെയിനാണ്. ഇതിങ്ങനെ എഴുതാമല്ലോ. CH3, CH, CH3, CH. This is an example of the structural isomerism because one will be straight chain and another will be branched chain. Second is called functional isomerism. Functional isomerism, which means that the same molecular formula but different functional group are called functional isomerism. Now CH3, CH2, OH. ഇവിടെ നമുക്ക് നോക്കൂ. OH എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നുണ്ട്. അത് ആൽക്കഹോൾ ആയിട്ട് മാറി. CH3, OCH3. ഇത് രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. 2 കാർബൺ ആറ്റം തന്നെയാണുള്ളത്. C2H6O ആണ്. പക്ഷേ ആദ്യത്തെ OH എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു. സോ ഇറ്റ് ഈസ് എൻ ആൽക്കഹോൾ. ഇവിടെ O എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി ഈഥർ. നെക്സ്റ്റ് പൊസിഷൻ ഐസോമെറിസം.
അതായത് കൂടെ അറ്റാച്ച് ചെയ്യപ്പെടുന്ന സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പൊസിഷൻ മാറിയാൽ ആ ഐസോമർസത്തെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമർസം എന്ന് പറയുന്നത്. നോക്കൂ, CH3 CH2 Cl, സോറി CH3 CH2 CH2 Cl. ഇവിടെ ക്ലോറിൻ എന്ന് പറയപ്പെടുന്ന ഹാലജൻ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലൂടെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി ക്ലോറോപ്രോപ്പൈൻ. 1 ക്ലോറോപ്രോപ്പൈൻ, ഫസ്റ്റ് കാർബൺ ആറ്റം 1 ക്ലോറോപ്രോപ്പൈൻ. അതിങ്ങനെ വരാലോ, CH3 CH Cl CH. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് 2 ക്ലോറോപ്രോപ്പൈൻ. അപ്പോൾ നോക്കൂ, രണ്ടിൻ്റെയും സബ്സ്റ്റിറ്റ്യൂൻസിൻ്റെ പൊസിഷൻ മാറിയാൽ നമുക്കതിനെ വിളിക്കാം പൊസിഷൻ ഐസോമർസം. ലാസ്റ്റ് ധാരാളം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് മെറ്റാമർസം. ഈ മെറ്റാമർസം എന്ന് പറയുന്ന ഈ ഐസോമർസം കാണപ്പെടുന്നത് കീറ്റോൺ എന്ന് പറയുന്ന CO എന്ന് പറയുന്ന മത്സ്യഗ്രൂപ്പിലുള്ള കോമ്പൗണ്ടുകളിലും ഈ തരം എന്ന് പറയുന്ന കോമ്പൗണ്ടിലുമാണ്. നോക്കൂ, CH3 CH2 CO CH2 CH. ഇവിടെ നോക്കൂ, CO എന്ന് പറയുന്നത് തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നു. രണ്ട് സൈഡും ആക്റ്റീവ് ഗ്രൂപ്പ് 2 വീതം. അതിങ്ങനെ എഴുതാമല്ലോ, CH3 CO CH2 CH2 CH. സെക്കൻഡ് പൊസിഷൻ വന്നു. ഇവിടെ ഒരു സൈഡ് ഒരു മീഥൈൽ ഗ്രൂപ്പ്, മറ്റേ സൈഡ് 3 കാർബൺ ആറ്റമുള്ള പ്രൊപ്പൈൽ ഗ്രൂപ്പ്. അങ്ങനെ ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ ഇരു സൈഡും വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഐസോമർസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാമർസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമർസം. ഇതിലിനി സ്റ്റീരിയോ ഐസോമർസം ഉണ്ട്, അതിവിടെയല്ല നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ചാപ്റ്റർ ഹൈഡ്രോ കാർബണിൽ ഇത് പഠിക്കും. ഒപ്റ്റിക്കൽ ഐസോമർസം +2 ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഐസോമർസത്തെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ തന്നത്. നമ്മളിതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതുവരെ പറഞ്ഞത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം ഇവിടെ കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇനി നമുക്ക് അവിടെ മെക്കാനിസത്തിൻ്റെ 1-2 പോയിന്റുകൾ മാത്രം പറയാം. നമുക്ക് സാധാരണ അറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ന്യൂ ബോണ്ട് മേക്കിംഗ്, അതായത് പഴയ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുതിയ ബോണ്ട് ഉണ്ടാകുന്നതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു റിയാക്ടൻറ്റ് ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് the reactant is not directly converted to product. First the reactant is to form an intermediate, then to form a product. You know that in carbon compounds, carbon atoms are in a straight chain between them. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയും. നോക്കൂ, ഇവിടെ CH3 CH2 CH2 CH3 ഇതൊരു കാർബൺ കോമ്പൗണ്ട്സ് ആണ്. മ്യൂച്വൽ ഷെയറിംഗ് ഇലക്ട്രോൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് നോൺ പോളാർ കോമ്പൗണ്ടാണ്. ഇതിൽ നിന്നൊരു H പോയാൽ ഇവിടെ എന്തായിട്ട് മാറും? H2. അവിടെ Cl വന്നാൽ അതെന്തായിട്ട് മാറുന്നു? ക്ലോറോ ബ്യൂട്ടൈൻ. ഈ Cl എന്ന് പറയുന്നത് വരുമ്പോൾ ഈ ബോണ്ടിൻ്റെ നേച്ചറിന് വ്യത്യാസമായി. കാര്യം നേരത്തെ ഈ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ മ്യൂച്വൽ ഷെയറിംഗ് ആയിരുന്നപ്പോൾ ഈക്വലായിട്ടായിരിക്കും ഇലക്ട്രോണിനെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോൺ പോളാർ കോമ്പൗണ്ട് ആയിരുന്നു. പക്ഷെ ക്ലോറിൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻ്റ് ആണ്. ക്ലോറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നു, ഈ ക്ലോറിൻ ആറ്റം ഇലക്ട്രോണുകളെ കൂടുതൽ അതിൻ്റെ പാർട്ടിലേക്ക് നീക്കി വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജ്, അതിന് ഡെൽറ്റ നെഗറ്റീവ് ഡെൽറ്റ പോസിറ്റീവ് എന്ന് പറയും. അതായത് ഇത് പോളാർ ഒരു എൻഡായിട്ട് മാറുന്നു. അപ്പോൾ ഈ കാർബൺ ആറ്റം ഈ ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു. ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ ഇതിന് വീണ്ടും പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അതിങ്ങനെ ഇതിലെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഇത്തരത്തിൽ കാർബൺ ബോണ്ടിൽ, അതായത് കാർബൺ ചെയിനിൽ മുഴുവനായിട്ട് ഇലക്ട്രോണുകൾ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ദിസ് എഫക്റ്റ് ഈസ് കാൾഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. The inductive effect may be defined as the permanent displacement of electron along the carbon chain due to the polar covalent bond. ഒരു പോളാർ കോവാലന്റ് ബോണ്ട് വരുന്ന സമയത്ത് ആ കോവാലന്റ് ബോണ്ടിലെ ഇലക്ട്രോൺ ജോഡികൾ പെർമനൻ്റ് ആയിട്ട് ഒരു സൈഡിലേക്ക്
നീക്കപ്പെടുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഐ എഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, എ കെമിക്കൽ റിയാക്ഷൻ ഈസ് വിച്ച് ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ന്യൂ ബോണ്ട് മേക്കിംഗ്. Bonding breaking, which means fission. A fission of a covalent bond in two ways. One is called homolytic fission. Second is called heterolytic fission. What is homolytic fission? നോക്കൂ, when the bond between AB ഒരു കാർബൺ കോമ്പൗണ്ട്സ് ആണ് AB, അത് ബ്രേക്ക് ചെയ്തു കെമിക്കൽ റിയാക്ഷൻ സമയത്ത്. എയും ബിയും ഒരു ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്താണ് ഇവിടെ നിന്നിരുന്നത്. അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോൺ അതിൻ്റെ എയുടെ ഇലക്ട്രോൺ അതിന് കിട്ടുകയും ബിയുടെ ഇലക്ട്രോൺ അതിന് കിട്ടിയാൽ അത്തരം ഫിഷനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ഫിഷൻ. നോക്കൂ, when the bond between AB breaks in such a way that each fragment carries one electron each. ഇവിടെ എയും ബിയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ എക്ക് അതിൻ്റെ ഇലക്ട്രോൺ കിട്ടി, ബിക്ക് അതിൻ്റെ ഇലക്ട്രോൺ. ഇത്തരത്തിലുള്ള ഫിഷനെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് ഫിഷൻ. ദ ഹോമോലിറ്റിക് ഫിഷൻ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. കാരണം ഓഡ് ഇലക്ട്രോൺ ഉള്ളവ റിയാക്റ്റീവാണ്. കാരണം ഇവ പെയ്ഡ് ആവാൻ ശ്രമിക്കും, വീണ്ടും അത് റിയാക്ട് ചെയ്യും. അത്തരത്തിൽ ഹോമോലിറ്റിക് ഫിഷന്റെ ഫലമായിട്ട് ഓഡ് ഇലക്ട്രോൺ ഉള്ള ഇത്തരം ഫ്രാഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കലുകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് നോക്കൂ, when the bond between AB breaks, ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺ ഏതെങ്കിലും ഒന്നിലേക്ക് പോയാൽ, കാരണം ഒന്ന് മറ്റൊന്നിനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആ രണ്ട് ഇലക്ട്രോണുകൾ ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺ, ഇതിൽ ഒന്ന് ഇതിൻ്റെയാണ്, ഒന്ന് എയുടെയാണ്. ഈ രണ്ട് ഇലക്ട്രോൺ ബിയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എക്ക് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തു. അപ്പോൾ അത് എ പോസിറ്റീവായിട്ട് മാറുന്നു, ബി നെഗറ്റീവായിട്ട് മാറുന്നു. കാരണം ബി നെഗറ്റീവ് ആവാൻ അതിന് ഒരു ഇലക്ട്രോൺ എക്സസ് ആയിട്ട് കിട്ടി. ഇത്തരം ഫിഷനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലിറ്റിക് ഫിഷൻ. അപ്പം ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട് ഇൻ എ ടു വേസ്. One is called homolytically and the second is called heterolytically. The homolytic fission leads to the formation of free radical. Heterolytic fission leads to the formation of ion. Then മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു റിയാക്ടന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ന്യൂ റിയേജന്റ് അതുമായിട്ട് അറ്റാക്ക് ചെയ്താണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ റിയേജൻസ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. അതിൽ മൂന്നെണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം ഫ്രീ റാഡിക്കലാണ്, മറ്റൊന്നാണ് മറ്റ് ടു റിയേജൻസ് ആർ ഇലക്ട്രോഫിലീസ് ആൻഡ് ന്യൂക്ലിയോഫിലീസ്. The reagents are in classified into two categories. One is called electrophiles and the second is called nucleophiles. The electrophiles are also known as electron-loving species. The electrophiles are the reagent which attack electron-rich center of the substrate. Substrate means reactant. ഒരു റിയാക്ടന്റിന്റെ ഇലക്ട്രോൺ റിച്ച് സെന്ററിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന റിയേജന്റുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫിലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഈ റിച്ച് സെന്ററിൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കണം. BF3 AlCl3 എന്നൊക്കെ പറയുന്നത് ന്യൂട്രൽ മോളിക്യൂളുകൾ ഇലക്ട്രോഫിലീസ് ആണ്. കാരണം ബോറോണിന്റെ ഔട്ടർ ഷെൽ 3 ഇലക്ട്രോൺ ആണ്, 3 ക്ലോറിൻ ആറ്റവുമായി ബോണ്ട് ചെയ്യുന്നത്. അപ്പം 3 + 3 = 6, 2 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. Al ഔട്ടർ ഷെൽ ഇലക്ട്രോൺ 3 that attach with 3 chlorine atom, total electron is 6, so they are deficient for 2 electron, so they attack electron rich center. And also the positive ion, നമുക്കറിയാം പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ ആൾറെഡി അവ എന്താണ് ഇലക്ട്രോണുകൾ ലൂസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും പോസിറ്റീവ് അയോണുകളും അതേപോലെ തന്നെയാണ് ന്യൂട്രൽ മോളിക്യൂൾസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് മോളിക്യൂളുകളും എല്ലായ്പ്പോഴും ഇലക്ട്രോഫിലീസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. So the electrophiles are the reagent which attack the electron-rich center of the substrate. That means the electrophiles are either by
Electron deficient compound also the positive. The electron deficient compound acts as a Lewis acid, not the point. Second, nucleophiles. The nucleophiles are the reagent which attack electron deficient center of the structure. Rich center of the electrophils are the reagent which attack electron rich center of the substrate because they have electron deficient species. Nucleophiles are the reagent which attack electron deficient center of the substrate, which means that they have a lone pair of electrons. അവയിൽ ഒരു ജോഡി ഇലക്ട്രോണുകൾ എക്സസ് ആയിട്ട് കാണും. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് സെൻറ്ററിലായിരിക്കും അത് അറ്റാക്ക് ചെയ്യുക. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NH3 എന്ന് പറയപ്പെടുന്നത് എന്നിൻ്റെ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. അതിൽ 3 ഹൈഡ്രജനുമായി ബോണ്ട് ചെയ്ത് ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ അത് റിച്ച് സെൻറ്ററുമായിട്ട് അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ നെഗറ്റീവ് അയോണുകൾ Cl-, Br- ഇവയെല്ലാം നമുക്ക് ന്യൂക്ലിയോഫൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സോ ദ റിയേജൻസ് ആർ 2 ടൈപ്സ്. One is called electrophiles and the second is called nucleophiles. ഇത് നമ്മൾ ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെക്കാനിസത്തിൽ അല്ലെ തന്നെയാണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്ന ഡീറ്റെയിൽഡ് സ്റ്റെപ്പാണ് മെക്കാനിസം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില എഫക്റ്റുകളെ കുറിച്ചും റിയേജൻറ്റുകളെ കുറിച്ചും അവയുടെ ഫിഷനെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്തുള്ളൂ. ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രം 1-2 ചോദിക്കുകയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യണമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പരിമിതമായ സമയം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സമയം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമുക്ക് ഓരോ പോയിന്റുകൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, നന്ദി.